ഇത്തവണ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന് പുതിയ ദിശാബോധം നൽകുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ നോളജ് വാലി ആയാലും കേരള റിസർച്ച് പാർക്ക് ആയാലും ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആയാലും ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയാലും ഇത്തരത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുൻപിട്ടായിട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന നിരവധിയായ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അതേപടി നടപ്പിലാക്കാനല്ലോ നമ്മൾ മാറ്റത്തിലൂടെ നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അല്ല, നമുക്ക് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ അത് സംബന്ധിച്ച് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അതിനെ കൂടുതൽ അക്സസിബിൾ ആക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. കഴിഞ്ഞ ഗവൺമെൻറ് 10 വർഷം ഉണ്ടായിട്ടും അവസാനത്തെ ബഡ്ജറ്റ് ഇറങ്ങി പോകാൻ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് പോയതല്ലേ ഉള്ളൂ. അവർ 10 വർഷം ഉണ്ടായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഇതൊരു കൃത്യമായ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ വർഷത്തെ അഡ്മിഷൻസൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഫ്രെയിം വർക്കൊക്കെ ഉണ്ടാക്കി കൃത്യമായ തയ്യാറെടുപ്പോട് കൂടി നമ്മൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അത് നമുക്ക് ഈ ഒരു ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ഗ്യാരണ്ടികളും ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതിനെ സംബന്ധിച്ച് ഗവർണർ ആ യോഗം വിളിച്ചു ചേർത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ സർക്കാരിൻ്റെ അതൃപ്തി വളരെ കൃത്യമായിട്ട് ഗവർണറുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽ നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു യോഗം വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പങ്കെടുക്കാനായിട്ട് അവർ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ യോഗം വിളിച്ചത് തന്നെ തെറ്റാണെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഗവർണറുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, അത്തരം കാര്യങ്ങൾ ഗവർണർ യോഗം വിളിച്ചത് തന്നെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ PMC ഇപ്പോൾ ഒരുപാട് ആശയങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അപ്പോൾ ശക്തമായ എതിർക്കുന്ന SFI അടക്കം പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് സർക്കാർ? PMCയെ സംബന്ധിച്ചും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് സമരം ചെയ്യുന്ന SFIക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും ഒക്കെ ഇത് ഒപ്പിട്ടപ്പോൾ എവിടെയായിരുന്നു? അവർക്ക് അന്ന് ഈ ആവേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. അവരൊപ്പിട്ട് വെച്ച് നമ്മൾ ഒരു സംസ്ഥാനത്തെ ഒരു കരാറിൻ്റെ ഭാഗമാക്കിയതിന് ശേഷം നമുക്ക് ഒറ്റയടിക്കുന്ന നമ്മൾ ഒരു കരാർ ഒപ്പിടുന്നു. ഒരു സർക്കാർ കരാർ ഒപ്പിട്ടതിന് ശേഷം ഒരു പ്രോപ്പർ എഗ്രിമെൻ്റാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. 2024 തന്നെ കഴിഞ്ഞ LDF സർക്കാർ PMCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള അനുമതി ഉൾപ്പെടെ ലഭ്യമാക്കി. രേഖകളൊക്കെ വരും ദിവസം മാധ്യമങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്ത ഒരു കാര്യം കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് ഒരു കത്തയച്ചാൽ അതുകൊണ്ട് അവസാനിക്കുമോ? ഇത് അല്ലല്ലോ. ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തികഞ്ഞ കാപട്യമാണ്. ഈ ആവേശം അന്നുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു സമീപനം എങ്ങനെയാണ്? നമ്മൾ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അന്ന് LDF ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ലുമായിട്ട് ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊതുവിൽ ഞങ്ങൾ ആ ബില്ലിനോട് യോജിക്കുകയും ആ ബില്ല് ഏകകണ്ഠമായിട്ടാണ് നിയമസഭ പാസ്സാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഞങ്ങൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ UDF അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ അന്ന് LDF ഒക്കെ സ്വീകരിച്ച സമീപനം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഞങ്ങൾ അത്തരത്തിലുള്ള സമീപനമല്ല സ്വീകരിച്ചത്. നമ്മൾ വളരെ തുറന്ന മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുകയും ഞങ്ങൾ ഏകകണ്ഠമായി ആ ബില്ല് പാസ്സാക്കുകയുമാണ് ഉണ്ടായത്. പക്ഷേ നിലവിൽ ആ ബില്ല് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ച് സാധ്യതകൾ പരിശോധിച്ച് നമ്മൾ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.